അവർ ഈ ഒരു നിർണായക ശക്തിയായി മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം അവർ നേരത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനൊക്കെ നമുക്ക് സാധ്യതയുണ്ടെന്നും എന്നാൽ ലീഗ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ചേക്കുവാണ്. പക്ഷെ PMA സലാമിൻ്റെ ഇന്നത്തെ ഒരു പ്രസ്താവനയിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റിലേക്ക് കോൺഗ്രസ് ഒറ്റയ്ക്ക് വന്നില്ലെങ്കിൽ തീർച്ചയായും ഘടകകക്ഷികളുടെ തീരുമാനം നിർണായകമായിരിക്കും. അങ്ങനെ വന്നാൽ ലീഗ് വരച്ച വരിയിൽ കോൺഗ്രസിനെ നിർത്തിക്കും. മുഖ്യമന്ത്രി പോലും ആരാണെന്ന് തീരുമാനിക്കുന്ന നിലയിലേക്ക് നമുക്കറിയാം. നേരത്തെ ആന്റണി സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് ലീഗും ആന്റണിയും തമ്മിലുണ്ടായ ചില പടലപ്പിണക്കത്തിൻ്റെ ഫലമായി ആന്റണിക്ക് പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം പോലും വിട്ടൊഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവുന്നത് പോലും ലീഗിൻ്റെ കൂടി ആഗ്രഹപ്രകാരമാണ്, തീരുമാനപ്രകാരമാണ് എന്ന് നമ്മളിൽ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ലീഗിനെ നമുക്ക് അങ്ങനെ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല. ലീഗ് നിർണായക ശക്തിയായി അല്ലെങ്കിൽ ലീഗിന് ഒരു 22 സീറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവരായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സ്പേസാണ് ഇപ്പം കോൺഗ്രസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.